നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. എന്നാൽ അബുദാബിയിൽ ഇതെല്ലാം അവഗണിച്ച് ഈ വർഷം 6 മാസത്തിനിടെ 1,05,300 പേർക്കാണ് ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗത്തിന് പിഴ ചുമത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. 800 ദിർഹമാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റും ചുമത്തി. ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്താൻ അബുദാബിയിലെ റോഡുകളിൽ സ്മാർട്ട് പട്രോൾസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമലംഘനം കണ്ടെത്തുകയും ഡ്രൈവർമാർക്ക് SMS മുഖേന ഇത് സംബന്ധിച്ച അറിയിപ്പ് കൈമാറുകയും ചെയ്യും. ഡ്രൈവിംഗിനിടെ ഫോൺ കയ്യിൽ പിടിച്ച് സംസാരിക്കുക, മെസ്സേജ് അയക്കുക, സമൂഹ മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്യുക, ഇന്റർനെറ്റിൽ തിരയുക, ഫോട്ടോയോ വീഡിയോയോ എടുക്കുക എന്നിവ ചെയ്തതിനാണ് ഇത്രയധികം പേരെ പിടികൂടിയതെന്ന് അബുദാബി പോലീസിന്റെ ട്രാഫിക് ആൻഡ് പെട്രോൾസ് ഡയറക്ടറേറ്റ് ഡയറക്ടർ മേജർ മുഹമ്മദ് ദാഹി അൽ ഹുമിരി അറിയിച്ചു. യുവാക്കളിലാണ് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പ്രവണത കൂടുതലുള്ളതെന്നും റോഡ് സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം നടപടികളിൽ നിന്ന് ഡ്രൈവർമാർ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മൊബൈൽ ഉപയോഗം മൂലം പെട്ടെന്നുള്ള ലൈൻ മാറ്റവും റെഡ് സിഗ്നലും നിർദ്ദിഷ്ട വേഗപരിധി ശ്രദ്ധിക്കാതിരിക്കലും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് മഹാമാരിയെ തുടർന്നാണ് 2020 അപകട മരണനിരക്ക് കുറഞ്ഞത്. 2020 354 അപകട മരണങ്ങളാണ് UAE ഉണ്ടായത്. 2019 448 മരണങ്ങളായിരുന്നു. വേഗത കുറച്ചും മറ്റു വാഹനങ്ങളുമായി വേണ്ടത്ര അകലം പാലിച്ചും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗം ഒഴിവാക്കിയും ഗതാഗത നിയമങ്ങൾ പാലിച്ചും അപകടങ്ങൾ കുറയ്ക്കുക. അതേസമയം റാസൽ ഖൈമയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ 120 ഡ്രൈവിംഗ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതായി റാസൽ ഖൈമ ട്രാഫിക് പോലീസ് അറിയിച്ചു. ഗുരുതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയവരുടെയും 24ൽ കൂടുതൽ ബ്ലാക്ക് പോയിന്റുകൾ ലഭിച്ചവരുടെയും ലൈസൻസുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുള്ളത്. 3 മാസത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്ന് സെൻട്രൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ ഹമീദി പറഞ്ഞു. ബ്ലാക്ക് പോയിന്റുകളുടെ പരിധി 24 ആണ്. ഇത് മറികടക്കുന്നവർക്ക് ഇത്തരം നിയമ നടപടികൾ തുടർന്നും നേരിടേണ്ടതായി വരും. ഇത്രയും എണ്ണമോ അതിനടുത്തോ ബ്ലാക്ക് പോയിന്റുകൾ നേടിയവർക്ക് ആവശ്യമായ ബോധവത്കരണ പരിശീലന ക്ലാസുകൾ ഡ്രൈവിംഗ് സെന്ററുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത്തരം ആളുകൾ സ്വയം മുന്നോട്ട് വന്ന് പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കണമെന്ന് അൽ ഹമീദി അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.